ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് CPO, WCPO സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് സിലബസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെ പഠിക്കണം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി അറിയണമെങ്കിൽ ആ സ്ട്രാറ്റജി വീഡിയോ ഞാൻ താഴെ ഈ വീഡിയോയുടെ ലിങ്കിന്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ BNSSും ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻ വെച്ച് പഠിക്കുന്ന കാര്യമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ പുതിയൊരു എക്സാമിന് നമ്മൾ BNSസും ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ BNS വരാനുണ്ടായിരുന്ന കാരണം ഉണ്ടായിരുന്നത്, രണ്ട് CRPCയും IPCയും BNSലും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, മൂന്ന് ഈ BNSലും പ്രധാനപ്പെട്ട സെക്ഷൻസ് എന്തൊക്കെയാണ് ന്യൂസിൽ ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നത്, ഈ BNS കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ സെക്ഷനെയാണ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം നമുക്കുണ്ട്. ആ കാര്യങ്ങളും ആ സെക്ഷൻസും മാറ്റങ്ങളും ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, സോ എന്റെ പേര് കിരൺ, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് CPO, WCPOയുടെ സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഇത് ടെലഗ്രാം ചാനലാണ്, @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത് ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ PDFസും ബാക്കി ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അങ്ങനെ കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു BNS അല്ലെങ്കിൽ BNSS എന്നുള്ള കാര്യം കൊണ്ടുവന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തുകൊണ്ടാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ഒന്ന്, ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ എന്ത് ചെയ്യണം, ശക്തിപ്പെടുത്തണം. സർ, അപ്പൊ CRPC IPC ശക്തമല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഓക്കെ, IPC വന്നിരിക്കുന്നത് 1860ലാണ്, CRPC 1973ലാണ്, 1973ലാണ്. അപ്പൊ ഇത് രണ്ടും വന്നിട്ട് കുറെ കാലമായി. ഓക്കെ, അപ്പൊ കുറെ കാലമായി കഴിയുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തി വന്ന് അമെന്റ്മെന്റ് ചെയ്ത് വന്ന് കുറെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും എന്ത് തോന്നി, ആക്ച്വലി ഇങ്ങനൊരു സംഭവം അമെന്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പുതിയൊരു എന്തുണ്ടാക്കുകയാണ്, നിയമസംഹിത ഉണ്ടാക്കണം, ബെറ്റർ. സാർ, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയൽ വ്യവസ്ഥയിൽ നിന്നുള്ള മാറ്റം കൊണ്ടുവരിക. എന്റെ അമ്മയെ കട്ടി വാക്കാണല്ലോ പറയുന്നത്, ഒന്നുമല്ല. ഇപ്പൊ CRPC ആയാലും അതിന്റെ ഭാഗമായിട്ടുള്ള IPC ആയാലും അതിന്റെ ഭാഗമായിട്ടുള്ള CRPC ആയാലും എല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ നിയമത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എല്ലാം മേക്ക് ഇൻ ഇന്ത്യ ആണല്ലോ ഈ സമയത്ത്. അപ്പൊ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു നിയമസംഹിത വേണ്ടേ? CRPC IPC എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ എന്താ ബ്രിട്ടന്റെ അതേ ഫോളോ ചെയ്യുന്ന പോലെയാണ് എല്ലാവർക്കും തോന്നുക. സാർ, ഇത്രയും കാലമായിട്ട് ആർക്കും തോന്നിയില്ലേ എന്ന് നിങ്ങളൊരു എന്തുണ്ടാവും, തോന്നല് വരും. ഓക്കെ, ഇപ്പോഴാണ് തോന്നിയപ്പോ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ പേര് മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത എന്നാക്കി. ഇപ്പോൾ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, ഇന്ത്യയിലെ റൂളാണ് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സാറേ, എല്ലാ സെക്ഷൻസും എല്ലാം അങ്ങനെയൊന്നും മാറ്റിയിട്ടില്ല. എല്ലാ മാറ്റമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒരു 600-ലധികം മാറ്റങ്ങൾ CRPCയിലും IPCയിലും നമ്മൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഓക്കെ, അതിന്റെ ഭാഷ നമ്മൾ എന്ത് ചെയ്തു, ആധുനികവൽക്കരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പഴയ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇത് വീഡിയോ വാച്ച് ചെയ്യുന്ന എന്താ പറയാ, മിലേനിയൽസ് ഉണ്ടാവും, ജെൻസി ഉണ്ടാവും. മിലേനിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90s കിഡ്സ്, ജെൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ആളുകൾ. ഈ പുതിയ ആളുകൾ രീതിയിലുള്ള പുതിയ കുട്ടികൾ സംസാരിക്കുന്ന ഭാഷ നമ്മളെപ്പോലുള്ള വലിയ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. കാരണം എന്താ, അവരുടെ ഭാഷയെ ഡിഫറെന്റ് ആണ്, അവരുടെ പാറ്റേൺ എന്താണ്, ഡിഫറെന്റ് ആണ്. അതേപോലെ 2025 നമ്മളൊരു ക്രിമിനൽ കേസ് വായിക്കാൻ നിന്നാലോ അല്ലെങ്കിൽ ഒരു കേസിനെ കുറിച്ച് കാര്യങ്ങൾ നോക്കാൻ നിന്നാലോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ അതിന്റെ ഭാഷ പഴയ രീതിയിലാണെങ്കിൽ പുതിയ കാലത്ത് അത് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത രണ്ടാമത്തെ കാര്യം, അതിലുണ്ടായിരുന്ന ഭാഷയെ, IPCയിലും CRPCയിലും ഉണ്ടായിരുന്ന ഭാഷയെ പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, മോഡേണൈസ് ചെയ്തു, ആധുനികവൽക്കരിച്ചു. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു എന്താ പറയാ, നോട്ട്സ് എഴുതാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ടെന്നൊക്കെ വിചാരിക്കും. ഓക്കെ, ഒരു ക്ലാസ്, അതേപോലെ കേരള ഹിസ്റ്ററി ആണെന്ന് വിചാരിക്കും. കേരള ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ് എവിടെയോ കിടക്കുന്നുണ്ട്, ഒരു ക്ലാസ് വേറെ എവിടെയോ കിടക്കുന്നുണ്ട്.
കേരള ഐസിന് ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കിന്റെ ഒരു എന്തുണ്ട് പിൻഭാഗത്തുണ്ട്, ഒരു ക്ലാസ് ഒരു നോട്ട് വേറൊരു ബുക്കിന്റെ നടുവിലാണ്, ഒരു നോട്ട് വേറൊരു ബുക്കിന്റെ എന്താണ് മുമ്പിലാണ്. ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ട് കാര്യമുണ്ടാ ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണം, അതിനെ ഓർഡർ ആക്കണം. ഇതാണ് മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടത്തിന്റെ ഒരു ഭാഗം വേറെ എവിടെ ഉണ്ട്, ഒരു കുട്ടത്തിന്റെ ഒരു ഭാഗം വേറെ എവിടെ ഉണ്ട്. സോ അതെന്ത് ഇങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡൗട്ട് വരും. എഴുതി വെച്ചപ്പോ അങ്ങനെയാണ് ചെയ്തത്, പണ്ട് കാലത്ത് ചെയ്തതല്ലേ, അതിന് ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു എന്ത് ചെയ്തു, ഒരു ടോപ്പിക് എടുത്തു. ഓക്കെ, ഒരു ചാപ്റ്റർ എടുത്തു. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തുണ്ടാവും, അവിടെ എഴുതിയിട്ടുണ്ടാവും. എനിക്ക് വേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ശിക്ഷകളുമാണ് അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആദ്യം CRPC ചാപ്റ്റർ 1 നോക്കുക, അതിലൊരു 10 സെക്ഷൻ ഉണ്ട്. CRPC ചാപ്റ്റർ 10 നോക്കുക, അതിലൊരു 10 സെക്ഷൻ ഉണ്ട്. അങ്ങനെ നോക്കുക. ഓക്കെ, ഞാൻ BNSS നോക്കുകയാണെങ്കിൽ എല്ലാം എന്തായിരിക്കും, ചാപ്റ്റർ ബേസ് പക്കയായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് റെഫർ ചെയ്യുമ്പോൾ എന്താണ്, എളുപ്പമാണ്. അപ്പോ ജുഡീഷ്യൽ സിസ്റ്റം എളുപ്പമായിട്ട് ഒരു ജഡ്ജിക്ക് റെഫർ ചെയ്യണമെന്ന് വിചാരിക്കുക, ഓരോ പേജും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് 10 ബുക്ക് നോക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചാപ്റ്റർ ഇട്ട് ചാപ്റ്ററിൽ ഓർഡർ ആയി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ പഠിച്ചത്, 600-ലധികം മാറ്റം അവതരിപ്പിച്ചു. എന്തുകൊണ്ടാ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ഒരു കൊളോണിയൽ വ്യവസ്ഥിതിയിലുള്ള എന്താണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് പുതിയൊരു മാറ്റം കൊണ്ടുവരണം. ആ കൊളോണിയൽ വ്യവസ്ഥിതിയിലെ ഭാഷ നമുക്ക് അറിയില്ല. അപ്പൊ ഭാഷ എന്ത് ചെയ്തു, ആധുനികവൽക്കരിച്ചു. കുറ്റകൃത്യങ്ങളെ ഒരു രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെ ഓരോ ചാപ്റ്റർ ആയിട്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ട് പുനഃക്രമീകരിച്ചു. ഓക്കെ അല്ലെ, ഒരുപാട് വ്യവസ്ഥയിൽ ഭേദഗതി കൊണ്ടുവന്നു, ഒരുപാട് വ്യവസ്ഥകൾ ചേർത്തു, ഒരുപാട് വ്യവസ്ഥ എന്ത് ചെയ്തു, ഇല്ലാതാക്കി. ഓക്കെ, 1860 കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ്. ഇപ്പോൾ അതിനൊന്നുണ്ടാവില്ല, യാതൊരു എന്തുണ്ടാവില്ല, വിലയെ ഉണ്ടാവില്ല. 1860 എഴുതി വെച്ചിട്ടുണ്ടാവുക എന്താണ്, രാത്രി റോഡിലൂടെ വരുമ്പോ എന്ത് വേണം, തീപ്പന്തം കത്തിക്കണമെന്നായിരിക്കും എന്നുണ്ടാവുക, എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ തീപ്പന്തം എന്നുള്ള വാക്കിന് ഇപ്പൊ എന്തെങ്കിലും വില ഉണ്ടാവില്ല. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ലൈറ്റ് കത്തിക്കണം, ലൈറ്റ് എങ്ങനെയുള്ള ലൈറ്റ് ആണ് എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആക്ച്വലി ആ സാധനങ്ങളെ മാറ്റിയിട്ട് പുതിയ സാധനങ്ങൾ ചേർത്തു. ഓക്കെ, ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഭേദഗതി കൊണ്ടുവന്നു. ഭേദഗതി ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലെ, ഒരു വിക്ടിം ഉണ്ട്, ഒരു ഇരയുണ്ട്. ഇരയെ സംരക്ഷിക്കേണ്ടത് നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കടമയാണ്. അപ്പൊ ഇരയുടെ ഡെഫിനേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, മാറ്റം കൊണ്ടുവന്നു. സർ എന്താണ് ആ മാറ്റം, ഇപ്പൊ നമുക്ക് പഠിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ BNSSലെയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന 2 പേരുടെ പേരാണ്. ഒരാളാണ് ഇര, ഒരാളാണ് സാക്ഷി. അപ്പൊ സാക്ഷിയെയും ഇരയെയുമാണ് BNSലും എന്ത് ചെയ്തിരിക്കുന്നത്, കേന്ദ്രബിന്ദു. ഈ നമ്മുടെ പുതിയ നിയമത്തിന്റെ ഭാരതീയ ന്യായ സംഹിതയുടെ ബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരെ നിങ്ങൾ പറയും, ഒരാളാണ് ഇര, ഒരാളാണ് സാക്ഷി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 3 ആളുകളുണ്ട്. ഒരാളുടെ പേരാണ് കുറ്റം ചെയ്ത വ്യക്തി. ഒരാളെ കൊന്നു എന്ന് വിചാരിക്കും. അപ്പോ ഈ കത്തി കൊണ്ട് കുത്തിയിട്ട് കൊന്ന ആളാണ് പ്രതി, മരിച്ച ആളാണ് ഇര. ഓക്കെ അല്ലെ, അത് കണ്ടു തന്ന ആളാണ് സാക്ഷി. പ്രതിയെ സംരക്ഷിക്കാൻ നമ്മൾ എവിടെ ഉദ്ദേശിക്കില്ല, നമുക്ക് സംരക്ഷിക്കേണ്ടത് ആരൊക്കെയാ, ഇരയെയും സാക്ഷിയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ, എന്തൊക്കെയാണ് അതിന്റെ പശ്ചാത്തലം എന്ന് മനസ്സിലായോ? ഓക്കെ അല്ലെ, അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ എന്ത് ചെയ്യണം, പൊതുജനങ്ങളുടെ പങ്കാളിത്തം എളുപ്പമാക്കണം. സാർ എങ്ങനെയാ പൊതുജനങ്ങളുടെ പങ്കാളിത്തം എളുപ്പമാക്കുക, എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കുറ്റമുണ്ടായാൽ ഉടനെ എവിടെ അറിയണം, പോലീസ് സ്റ്റേഷനിൽ അറിയണം. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ 100 ഫോമും 100 കാര്യവും ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ പ്രശ്നമല്ലേ? അതെ. അപ്പൊ ഈ ഇൻഫോർമന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അതിനുവേണ്ടി പുതിയ സിസ്റ്റം എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഓക്കെ, ഈ പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജി ഇല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ? ഇല്ല. അപ്പൊ BNS നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റം, പഴയ രീതിയിലുള്ള എഴുത്തുകുത്തുകളെല്ലാം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ടെക്നോളജി കൊണ്ടുവരാൻ പോവാണ്. മെസ്സേജ് അയച്ചാൽ മതി, ഇമെയിൽ അയച്ചാൽ മതി, എന്ത് ചെയ്താൽ മതി, എല്ലാം കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ടെക്നോളജിയിൽ മാറ്റം വരുത്താൻ വേണ്ടി പോവാണ്. സമയക്രമം അവതരിപ്പിച്ചു, ടൈം ലൈൻ കൊണ്ടുവന്നു. ടൈം ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണി ചെയ്യുന്നതിന് എത്രയാണ് സമയം എന്നെന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുതിയ സമയക്രമം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോണത് എന്താണ് ഇര.
ഓക്കെ. പിന്നെ മനസ്സിലാക്കാൻ പോണത് എന്താ, സാക്ഷിയെ എങ്ങനെയാണ് BNSൽ സംരക്ഷിക്കാൻ പോണത്. ഓക്കെ അല്ലേ? എന്തൊക്കെ വ്യവസ്ഥയാണ് പ്രധാനമായി ഭേദഗതി ചെയ്തത്, എന്തൊക്കെ വ്യവസ്ഥയാണ് കൂട്ടിച്ചേർത്തത്, എന്തൊക്കെ വ്യവസ്ഥയാണ് ഇല്ലാതാക്കിയത്. പ്രധാനമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രം. കാരണം 600 അധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 600 അധികം മാറ്റം ഒന്നും പഠിക്കാൻ ഒരാളെ കൊണ്ട് പറ്റില്ല. അത് പഠിക്കുന്നത് എന്താണ്, എക്സാമിനും എന്തില്ല, യൂസ്ഫുൾ ഇല്ല. പ്രധാനമായിട്ട് നമ്മുടെ സിലബസ് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ് പുനഃക്രമീകരിച്ചത്, ഓക്കെ. അപ്പോ ചാപ്റ്റേഴ്സിനെ എങ്ങനെയാണ് മാറ്റിയത് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിലും വരാൻ പോകുന്ന വീഡിയോയിലും പഠിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡണ്ണാണല്ലോ. ഫൈൻ. അപ്പൊ എന്താണ് ഭാരതീയ ന്യായ സംഹിതയുടെ ലക്ഷ്യങ്ങൾ? ക്രിമിനൽ പ്രൊസീജിയറിനെ, ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്തുക. ടെക്നോളജി, സാങ്കേതികമായി പുരോഗമിച്ച സംവിധാനം എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ വേഗത്തിൽ എന്ത് കിട്ടും, നീതി കിട്ടും. ടെക്നോളജി കൊണ്ടുവരികയാണെങ്കിൽ അതിലൂടെ നമ്മളൊരു കാര്യം ഉറപ്പുവരുത്തും. ആ ഉറപ്പുവരുത്തുന്ന കാര്യത്തിന്റെ പേരാണ് സുതാര്യത, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ട്രാൻസ്പെറൻസി. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ, മുകളിലുള്ള 3 നടക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നത്, നീതി കിട്ടാൻ. എന്തിനു വേണ്ടിയിട്ടാ ഒരാൾ ഒരു കോടതിയിൽ നിന്ന് പോയി കേസ് കൊടുക്കുന്നത്, നീതി കിട്ടാൻ. ആ നീതി എന്ത് ചെയ്യും, ഉറപ്പുവരുത്തും. അപ്പൊ എന്തൊക്കെയാണ് ഭാരതീയ ന്യായ സംഹിതയുടെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും, 4 ലക്ഷ്യങ്ങൾ പറയും. ഒന്നാമത്തെ ലക്ഷ്യം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. രണ്ടാമത്തെ ലക്ഷ്യം സാങ്കേതികമായി പുരോഗമിച്ച ഒരു സംവിധാനം കൊണ്ടുവരിക. മൂന്നാമത്തെ ലക്ഷ്യം സുതാര്യതയും വേഗതയും ഉറപ്പുവരുത്തുക. നാലാമത്തെ ലക്ഷ്യം ഇരയ്ക്ക് നീതി നടപ്പാക്കുക. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യനിൽ എഴുതി വെച്ചിരിക്കുന്ന അസേർഷൻ, ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നടപടിക്രമ സംവിധാനത്തിൽ പ്രക്രിയകൾ സുഗമമാക്കുന്നതിന് സാങ്കേതിക വിദ്യയും സമയക്രമങ്ങളും അവതരിപ്പിച്ചു. ഓക്കെ, അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. സമയക്രമം എന്ന് വെച്ചാൽ എന്താ, ഓരോ കാര്യം ചെയ്യുന്നതിന് ഇത്ര സമയം എന്ന് പറയുന്നത്. അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടെക്നോളജി ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണോ? അതെ. ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണോ? അതെ. അപ്പൊ അസേർഷൻ ശരിയാണോ? ആണ്. ഇനി അടുത്തത് എന്താ, റീസൺ. ഇതിലൂടെ രാജ്യത്തിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ എന്ത് ചെയ്യാൻ പറ്റും, ശക്തിപ്പെടുത്താൻ പറ്റും. രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണോ? ആണ്. അപ്പൊ അസേർഷനും റീസണും ശരിയാണോ? ആണ്. അസേർഷനും റീസണും ശരിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 2 ഓപ്ഷൻ പോയി. ഒന്ന് ഓപ്ഷൻ സി, ഒന്ന് ഓപ്ഷൻ ഡി. കാരണം ഏതെങ്കിലും ഒന്ന് തെറ്റിയാലേ ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഉള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി. രണ്ടിലും എഴുതിയിരിക്കുന്നത് എയും ആറും ശരിയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് 6 എയുടെ ശരിയായ വിശദീകരണം എന്നും ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് 6 ശരിയായ വിശദീകരണം അല്ല എന്നാണ്. ഇത് രണ്ടും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയ രീതിയുണ്ട്. അസേർഷൻ വായിച്ചതിന് ശേഷം എന്തുകൊണ്ട് എന്ന് ചോദിക്കുക, വൈ എന്ന് ചോദിക്കുക. അതിന്റെ ഉത്തരം എവിടെ കിട്ടണം? റീസണിൽ കിട്ടണം. ഉത്തരം റീസണിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കും. ഉത്തരം റീസണിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഞാൻ അസേർഷൻ ഒന്ന് വായിക്കുന്നുണ്ട്. എന്റെ കൂടെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നടപടിക്രമ സംവിധാനത്തിൽ പ്രക്രിയകൾ സുഗമമാക്കുന്നതിന് സാങ്കേതിക വിദ്യയും സമയക്രമങ്ങളും അവതരിപ്പിച്ചു. ഓക്കെ അല്ലേ? എന്തുകൊണ്ട്? ഇതിലൂടെ രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും, ശക്തിപ്പെടുത്താൻ കഴിയും. കഴിഞ്ഞ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അസേർഷൻ എന്നുള്ളത് റീസൺ അസേർഷനെ വ്യാഖ്യാനിച്ചു. അപ്പൊ എയും ആറും ശരിയാണ്. 6 എന്നത് എയുടെ എന്താ, ശരിയായ വിശദീകരണമാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അതെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് BNSSലെ പ്രധാന പോയിന്റുകൾ. ആദ്യം നമ്മൾ നോക്കുന്നത് BNSS ആണ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിലെ പ്രധാനപ്പെട്ട മാറ്റം, ഇര എന്നതിന്റെ നിർവചനം എന്താക്കി, വിശാലമാക്കി. ഇര എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കുറ്റം ആരുടെ പുറത്താണോ ചെയ്തിരിക്കുന്നത്, കുറ്റവാളി ആരെയാണോ കഷ്ടപ്പെടുത്തിയത്, കുറ്റവാളി ആരെയാണോ ഉപദ്രവിച്ചത്, അവരുടെ പേരാണ് എന്ത്, ഇര. ഇരയ്ക്ക് ഒരു നിർവചനം ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? CRPCയിലും IPCയിലും ഉണ്ടായിരുന്നു.
അപ്പൊ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് ഇര എന്നതിന്റെ നിർവചനം എന്താക്കി, വിശാലമാക്കി. എന്താണ് വിശാലമാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾ ക്രിമിനൽ സംഹിത എടുക്കുകയാണെങ്കിൽ, സംഹിത എന്ന് പറയാൻ പറ്റില്ലല്ലോ, ക്രിമിനൽ പ്രൊസീജിയർ എടുക്കുകയാണെങ്കിൽ അതില് കുറ്റാരോപിതനായ വ്യക്തി, കുറ്റം ചെയ്ത വ്യക്തി, അയാൾക്കെതിരെ എന്താണോ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയിരിക്കുന്നത് അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. സാറ് മനസ്സിലായില്ല. ഓക്കെ, ഇപ്പോ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ഓക്കെ, സോ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആൺകുട്ടി പോയിട്ട് എന്ത് ചെയ്തു, പ്രപ്പോസ് ചെയ്തു. പെൺകുട്ടി എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. അപ്പൊ റിജക്ട് ചെയ്ത ദേഷ്യം കൊണ്ട് ആൺകുട്ടി എന്ത് ചെയ്തു, ഒരു ആസിഡ് വാങ്ങിയിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്ത് എന്ത് ചെയ്തു, ഒഴിച്ചു. ഇപ്പോൾ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും പോലീസായ നിങ്ങളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താ പറയാ, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിച്ചു എന്താ മോളെ പ്രശ്നം, ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, മുഖം കണ്ടാൽ എന്ത് ചെയ്യും, നിങ്ങൾക്കറിയാം. നിങ്ങൾ എഴുതി ചേർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്, ആസിഡ് ആക്രമണമാണ്. ഓക്കെ, ഒരു സ്ത്രീക്കെതിരെയുള്ള എന്താണ്, പ്രോബ്ലംസ് ആണ്. ഓക്കെ, ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ശാരീരികമായി എന്ത് ചെയ്തു, ഉപദ്രവിച്ചിട്ടുണ്ട് എഴുതി വെച്ചു. പക്ഷെ ആ കുട്ടിക്ക് ഉണ്ടായ മാനസിക വേദന, ഓക്കെ, ആ കുട്ടിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളുടെ കാര്യം, വിവാഹം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഒരു എയർ ഹോസ്റ്റസ് ആവണമായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എയർ ഹോസ്റ്റസ് ആയിരുന്നു. അപ്പൊ എയർ ഹോസ്റ്റസ് ആവാൻ ഇനി ആ കുട്ടിക്ക് പറ്റാന്നുള്ള കണ്ടീഷൻ എന്താണ്, കുറവാണ്. ഇതൊന്നും നിങ്ങൾ അതിൽ എഴുതിയില്ല. ഓക്കെ, നിങ്ങൾ ആകെ എഴുതിയത് എന്താ, ആസിഡ് ആക്രമണം ഉണ്ടായി, ശാരീരികമായിട്ട് പ്രശ്നം ഉണ്ടായി, 3rd ഡിഗ്രി ബേൺസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 3rd ഡിഗ്രി ബേൺസ് എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന എന്താണ്, ബേൺ ആണ് ഉണ്ടായിരിക്കുന്നത്, നിങ്ങൾ എഴുതി വെച്ചു. അപ്പൊ ഇരയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിക്കും. അപ്പൊ എങ്ങനെ വിധിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഔദ്യോഗികമായി കുറ്റം നോക്കിയിട്ടാണ് കോടതി എന്ത് ചെയ്യുക, വിധിക്കുക. അതില് മാറ്റം വരുത്തി. മാറ്റം വരുത്തി എന്ന് വെച്ചാൽ എന്താ, ഔദ്യോഗികമായി എഴുതിയത് മാത്രമല്ല, ആ ഇരയ്ക്ക് എന്തുണ്ടായിട്ടുണ്ട്, മാനസികമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ ഇരയ്ക്ക് ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തു, പോയിട്ടുണ്ട്. ഇതെല്ലാം കോടതിക്ക് മനസ്സിലാവുകയാണെങ്കിൽ കോടതി എന്ത് ചെയ്യും, അതിനനുസരിച്ച് നഷ്ടപരിഹാരം നൽകും. അപ്പൊ നഷ്ടപരിഹാരം നൽകുന്ന തുക എന്ത് ചെയ്യും, വർദ്ധിക്കും. അപ്പൊ ഇര എന്നതിന്റെ നിർവചനം എന്താ, ഓക്കെ, കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ ഔദ്യോഗികമായി കുറ്റം ചുമത്തുക എന്നത് മാത്രമാണോ ഇരക്കെതിരെയുള്ള സംഭവം, അല്ല. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാ വരാൻ പോകുന്നത്, കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ ചുമത്തിയ പ്രവൃത്തിയുടെയോ വീഴ്ചയുടെയോ ഫലമായി എന്തെങ്കിലും നഷ്ടമോ പരിക്കോ സംഭവിച്ച വ്യക്തി എന്നെന്താക്കി, ഇരയെ മാറ്റി. ഓക്കെ, അപ്പൊ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 ഇര എന്ന് വെച്ചാൽ എന്താന്ന് നമുക്ക് നോക്കാം. ക്രിമിനൽ പ്രൊസീജിയർ 1973 മാറി, റിലാക്സ് ചെയ്ത് കേക്ക്. CRPC 1973 സെക്ഷൻ 2(1)WA ഇതിൽ നോക്കുകയാണെങ്കിൽ ഇര എന്ന് വെച്ചാൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ ചുമത്തിയ പ്രവൃത്തിയുടെയോ വീഴ്ചയുടെയോ ഫലമായി എന്തെങ്കിലും നഷ്ടമോ പരിക്കോ സംഭവിച്ച വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത 2023 എടുക്കാം. സെക്ഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സെക്ഷൻ 1(2)(1)Y. ഓക്കെ, ഇര എന്ന് വെച്ചാൽ കുറ്റാരോപിതനായ വ്യക്തിയുടെ പ്രവൃത്തി മൂലമോ വീഴ്ച മൂലമോ ഉണ്ടായ ഏതെങ്കിലും നഷ്ടമോ പരിക്കോ സംഭവിച്ച വ്യക്തി. അപ്പൊ എന്താണ് ഇരയിൽ ഉണ്ടായ മാറ്റം, ഇരയുടെ ഡെഫിനിഷനിൽ ഉണ്ടായ മാറ്റം? ഇവിടെ ചുമത്തിയ പ്രവൃത്തിയുടെയോ വീഴ്ചയുടെയോ ഫലം എന്ന് മാറ്റിയതിന് ശേഷം ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഏതെങ്കിലും പ്രവൃത്തി, വ്യക്തിയുടെ പ്രവൃത്തി മൂലമോ വീഴ്ച മൂലമോ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമത്തിയ എന്ന വാക്കിലാണ് എന്ത് വന്നിരിക്കുന്നത്, മാറ്റം വന്നിരിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് CRPC 1973 പറഞ്ഞത്. ഇതാണ് എന്ത്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ പറഞ്ഞത്. ബാക്കി എല്ലാം ഏകദേശം സെയിം അല്ലേ? ആണ്. എന്താണ് വാക്ക് വന്നിരിക്കുന്നത് ഇരയില്? ചുമത്തിയ എന്ന വാക്കിനെ വെട്ടി. നമ്മൾ പഠിച്ചല്ലേ, എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും, വെട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും, റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ആ വാക്കിനെ വെട്ടിയതിനു ശേഷം അവരുടെ പ്രവൃത്തി മൂലമോ വീഴ്ച മൂലമോ ഉണ്ടായ എന്തായി, നഷ്ടമോ പരിക്കോ അനുഭവിച്ച വ്യക്തി എന്നായി. അപ്പൊ നമ്മുടെ ആസിഡ് ആക്രമണം നടത്തിയ കുട്ടിക്ക്, ഓക്കെ, എയർ ഹോസ്റ്റസ് ആവാനുള്ള കോഴ്സ് പഠിച്ച് നിൽക്കുന്ന ആ കുട്ടിക്ക് ഇപ്പോൾ എയർ ഹോസ്റ്റസ് ആകാൻ പറ്റുമോ? ഇല്ല. അതൊരു നഷ്ടമാണോ? ആണ്.
CRPC പ്രകാരമാണെങ്കിൽ പോലീസായ നിങ്ങൾ എഴുതി വെച്ചത് പ്രകാരമുള്ള നഷ്ടപരിഹാരം കിട്ടുള്ളൂ. എഴുതി വെച്ച പ്രകാരമുള്ള നഷ്ടപരിഹാരം കിട്ടുള്ളൂ. നിയമമല്ലേ, നിയമത്തിൽ പറയുന്ന രീതിക്കുള്ള നഷ്ടപരിഹാരം എന്തേ ഉള്ളൂ, കിട്ടുള്ളൂ. ഇപ്പൊ അതെന്താക്കി, വിശാലമാക്കി. ഇപ്പോൾ ഒരു ജഡ്ജിയുടെ അടുത്ത് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ജഡ്ജിയുടെ അടുത്ത് പോലീസുകാരായ നിങ്ങൾ കൊടുത്തിട്ടുള്ള FIR, അതായത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ആ കുട്ടി എയർ ഹോസ്റ്റസിന് പഠിക്കാൻ പോകുന്ന കാര്യം എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. പക്ഷെ കോടതിക്ക് മനസ്സിലായ ആ കുട്ടിക്ക് എന്ത് കിട്ടും, എയർ ഹോസ്റ്റസിന് ജോലി കിട്ടുന്ന കുട്ടിയാണെന്ന് മനസ്സിലായി. അപ്പൊ നഷ്ടപരിഹാരം ചുമത്തുമ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക, നഷ്ടപരിഹാരം ചുമത്തിയിട്ട് ആ നഷ്ടപരിഹാരം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക, കുറ്റവാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക. അപ്പൊ ആസിഡ് ഒഴിച്ച ആളില്ലേ, അപ്പൊ നേരത്തെ CRPC പ്രകാരം നഷ്ടപരിഹാരം ഒരു 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും. ഒരു എയർ ഹോസ്റ്റസിന് കിട്ടാവുന്ന സാലറി 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ, ഒരു ആവറേജ് സാലറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരു 50 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ആ എമൗണ്ടിന്റെ ഒരു 10% 20% കൊടുത്താൽ തന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു 10 ലക്ഷം രൂപ മിനിമം കിട്ടില്ലേ, കിട്ടും. അപ്പൊ ഇരയ്ക്ക് അത് ഗുണമല്ലേ, ആണ്. കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കില്ലേ, ലഭിക്കും. എന്താ ചെയ്തത്, ഒരു വാക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്താണ് ആ വാക്ക്, ചുമത്തിയ എന്ന വാക്കിനെ വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ 600ഓളം മാറ്റം വരുത്തിയില്ലേ. അപ്പൊ സെക്ഷൻ 2(1)WA വന്ന മാറ്റം എന്താ, ഇരയിൽ വന്ന മാറ്റം എന്താ, ചുമത്തിയ എന്ന വാക്ക് മാറ്റിയതിനു ശേഷം അവിടെ ചുമത്തിയ എന്ന വാക്ക് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ ഇല്ല. ഓക്കെ അല്ലെ, അവിടെ എന്താ ഉള്ളത്, ആ കുറ്റാരോപിതനായ വ്യക്തിയുടെ പ്രവൃത്തി മൂലമോ വീഴ്ച മൂലമോ ഉണ്ടായ എന്തെങ്കിലും നഷ്ടമോ പരിക്കോ അനുഭവിച്ച വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലെ. ഇനി ഇരാന്ന് വെച്ചാൽ ആരാണെന്ന് വിചാരിക്കൂ. നമുക്ക് ഇതേ കേസ് എടുക്കാം. ആസിഡ് ആക്രമണം നേരിട്ട പെൺകുട്ടിയാണ്. പെൺകുട്ടിയെ ആസിഡ് ആക്രമണം നടന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കുട്ടി എന്ത് ചെയ്തു, കുട്ടി മരിച്ചു. കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഇര എന്ന് വെച്ചാൽ ആരാവാം, കുട്ടിയുടെ രക്ഷിതാവാം. കാര്യം നന്നായിട്ട് മനസ്സിലാക്കണേ. ആ രക്ഷിതാവിനെതിരെ ഈ ആൺകുട്ടി ഒരു ആസിഡ് ആക്രമണം ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഇരയായിട്ട് ആരെ കണക്കാക്കും, ആ രക്ഷിതാവിനെ കണക്കാക്കും. എന്തുകൊണ്ടാ കണക്കാക്കാന്ന് വെച്ചാൽ എന്താ പറയാ, ഇര എന്നതിന്റെ ഡെഫിനിഷനിൽ ആ ഇരയുടെ രക്ഷിതാവ് ഉൾപ്പെടാം, നിയമപരമായ അവകാശി ഉൾപ്പെടാം. ഇപ്പൊ ആ പെൺകുട്ടിക്ക് എന്തുണ്ട്, ഒരു മോനോ മോളോ ഉണ്ടെന്ന് വിചാരിക്കും. പെൺകുട്ടി മരിച്ചു പോയില്ലേ, അപ്പൊ ഇരയിൽ ആരുണ്ട്, ആ മോനോ മോളോ ഉൾപ്പെടും. രക്ഷിതാവ് ഉൾപ്പെടോ, രക്ഷിതാവ് ഉൾപ്പെടും. ഓക്കെ അല്ലെ. ഇരയ്ക്ക് മോനോ മോളൊന്നുമില്ല, ദത്തെടുത്തൊരു കുട്ടിയാണ് ഉള്ളത്. അപ്പോഴെന്ത് ചെയ്യും, ഉൾപ്പെടും. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്, സൺ ഓർ ഡോട്ടർ എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്, നിയമപരമായ അവകാശി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ രണ്ട് സാധനവും നോക്കിക്കേ. ക്രിമിനൽ പ്രൊസീജിയർ 1973 സെക്ഷനും ഇവിടെ ഭാരതീയ ന്യായ സംഹിത 2024 സെക്ഷനും നോക്കിക്കേ. ഓക്കെ അല്ലെ, ചെറിയ വ്യത്യാസമാണ്. രണ്ടിലും എന്താ, സെക്ഷൻ 2 തന്നെയാണ്, 1 തന്നെയാണ് എന്തായി, Y ആയി WA ആയി. ഓക്കെ, ഇര എന്ന വാക്ക് രണ്ടിലും കോമൺ അല്ലേ. ഇര എന്നാൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ, ഇവിടെ ഇര എന്നാൽ കുറ്റാരോപിതനായ വ്യക്തി. ഓക്കെ അല്ലെ, വ്യക്തിക്കെതിരെ ചുമത്തിയ പ്രവൃത്തിയുടെയോ വീഴ്ചയുടെയോ ഫലമായി. ഇവിടെ എന്താ, പ്രവൃത്തി മൂലമോ വീഴ്ച മൂലമോ. ഓക്കെ, എന്തെങ്കിലും നഷ്ടമോ പരിക്കോ സംഭവിച്ച വ്യക്തി, എന്തെങ്കിലും നഷ്ടമോ പരിക്കോ അനുഭവിച്ച വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്, രണ്ട് സെയിം അല്ലേ. ഇര എന്ന പദപ്രയോഗത്തിൽ അയാളുടെ രക്ഷിതാവോ നിയമപരമായ അവകാശിയോ ഉൾപ്പെടുന്നു. ഇത് രണ്ടിലും ഉണ്ട്. എന്താ മാറ്റം വരുത്തിയത്, ഒറ്റ വാക്ക്, വാക്കിന്റെ പേരെന്താ, ചുമത്തിയ. ഓക്കെ, ആ ഒരു ചുമത്തിയ എന്ന ഒരു വാക്ക് മാറ്റം വരുത്തിയപ്പോൾ ഇരയ്ക്ക് ഒരു 10 ലക്ഷം രൂപ എക്സ്ട്രാ ആയി കിട്ടാനുള്ള വകുപ്പ് ഉണ്ടായി. ഇതാണ് നിയമത്തിന്റെ പ്രത്യേകത. ഓക്കെ അല്ലേ. ഒരു പോലീസുകാരനാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, കൃത്യമായി കാര്യം അന്വേഷിച്ച് എന്ത് ചെയ്യണം, നിങ്ങളുടെ റിപ്പോർട്ടിൽ എഴുതണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഇരയ്ക്ക് നീതി കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ വർക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഓക്കെ അല്ലേ, ഫൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? നമ്മൾ ഒന്നാമത് പഠിച്ചത് BNSS ഒന്നാമത്തെ കാര്യം എന്താ, ഇര എന്നതിന്റെ നിർവചനം വിശാലമാക്കി. ഇത്രയും കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ഇര എന്നാൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ ചുമത്തിയ പ്രവൃത്തിയുടെയോ വീഴ്ചയുടെയോ ഫലമായി എന്തെങ്കിലും നഷ്ടമോ പരിക്കോ സംഭവിച്ച വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലെ. ഇവിടുത്തെ വാക്കെന്താ, ചുമത്തിയ എന്ന് കണ്ട ഉടനെ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരേണ്ടത്, അത് BNSS ആണോ അതോ CRPC ആണോ?
CRPC ആണ്. അപ്പൊ ഒന്നാമത് തെറ്റിയില്ലേ? തെറ്റി. ശരിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചുമത്തിയ വെട്ടിയാ മതി. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. 2, ഇര എന്നതിന്റെ നിർവചനം BNSS വിശാലമാക്കി. ഇതല്ല എത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 3, BNSSലെ ചില പ്രത്യേക കേസുകളിൽ ഇരകൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്ന പ്രക്രിയ ഈ പരിഷ്കരണം വേഗത്തിലാക്കുന്നു. വേഗത്തിലാക്കില്ലേ? കൂടുതൽ നഷ്ടപരിഹാരം കിട്ടില്ലേ? കിട്ടാനുള്ള എല്ലാ സാധ്യതയില്ലേ? ഉണ്ട്. ഏതൊക്കെയാണ് ശരി? 2, 3. ഏതാണ് തെറ്റ്? 1. 2, 3 ഓപ്ഷൻ എവിടെയുള്ളത്? ഓപ്ഷൻ ബി, 2 and 3. ഓക്കെ, ഫൈൻ. ഇനി സ്ത്രീ കേന്ദ്രീകൃത മാറ്റങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കാനുള്ളതും സെക്ഷൻസ് എല്ലാം പഠിക്കാനുള്ളതും ടോപ്പിക്കുകളാണെന്ത്? സ്ത്രീ കേന്ദ്രീകൃത മാറ്റങ്ങളുള്ളത്. അത് നമുക്ക് വുമണിനെതിരെയുള്ള കുറ്റങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതേപോലെ പഠിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ വ്യവസ്ഥകൾ എന്തായാലും പഠിച്ചു വയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യും? എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സെക്ഷൻ 176 1 സെക്കൻഡ് വ്യവസ്ഥ. 176 1 രണ്ടാം വ്യവസ്ഥ പറയുന്നത് ബലാത്സംഗം നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ ബലാത്സംഗം നടന്ന ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? എഴുതി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞത് അതേപോലെ നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഓക്കെ അല്ലെ? ഒരു ബലാത്സംഗം പറ്റി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഏതൊരു മനുഷ്യനായാലും ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, കുട്ടിയല്ല ഓക്കെ അല്ല, ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷമം തോന്നില്ലേ? ഓക്കെ അല്ലെ? മനുഷ്യന്മാരൊക്കെ എല്ലാവർക്കും വിഷമം തോന്നും. ഓക്കെ അല്ലെ? ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിലോ എങ്ങനെയാണ് പറഞ്ഞതെന്ന് പകുതിയാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ കുറച്ചു മുമ്പല്ലേ ഞങ്ങൾ പഠിച്ചത്? എന്താ എഴുതി വെച്ചത് എന്താണോ അതാണ് എന്ത് ചെയ്യുക അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. അവിടെ എഴുതി വെക്കാത്ത കാര്യം മനസ്സിലാക്കാനൊന്നും ആർക്കും പറ്റില്ല, കോടതിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി എന്ത് ചെയ്യണം? പോലീസ് ഓഡിയോ വീഡിയോ മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഇതാണ് പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ. സെക്ഷന്റെ പേരെന്താ? സെക്ഷൻ 166 ഓക്കെ, 176 176 176 എന്താ പറയുന്നത്? ആക്ച്വലി ബലാത്സംഗ കുറ്റവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്താൻ പോവാണ്. ശിക്ഷയൊന്നും വിധിക്കാൻ പോയിട്ടില്ലേ, അന്വേഷണം നടത്താൻ ചോദിക്കാൻ പോണേ ഉള്ളൂ. മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കാൻ പോണേ ഉള്ളൂ. ആ സമയത്ത് ഇരയ്ക്ക് എന്ത് ചെയ്യണം? സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും എന്താ പറഞ്ഞെന്ന് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് ഇരയുടെ മൊഴി ഇതാരാ? പോലീസാണ്. പോലീസായ നിങ്ങൾ എന്ത് ചെയ്യണം? ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിലൂടെ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ സെക്ഷൻ 176 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 183 6A ഓക്കെ അല്ലെ? വ്യവസ്ഥ 1, സ്ത്രീകൾക്കെതിരെയുള്ള എന്താണ് കുറ്റകൃത്യങ്ങൾക്ക് ഇരയുടെ മൊഴികൾ എടുക്കുന്ന സമയത്തിൽ ഒരു വനിതാ മജിസ്ട്രേറ്റ് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ പോലീസ് ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്താൽ പോരാ. ആര് വേണം? വനിതാ മജിസ്ട്രേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആർക്കെതിരെ വരുമ്പോ? സ്ത്രീകൾക്കെതിരെ വരുമ്പോ. ഓക്കെ അല്ലെ? ഇനി നമ്മൾ ആ സമയത്ത് പോയ സമയത്ത് വനിതാ മജിസ്ട്രേറ്റിനെ കിട്ടുന്നില്ല, നോ പ്രോബ്ലം. ഓക്കെ, ആരെ വെക്കാം? ഒരു പുരുഷ മജിസ്ട്രേറ്റിനെ വെക്കാവുന്നതാണ്. ഓക്കെ, പുരുഷ മജിസ്ട്രേറ്റിനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? കൂടെ ഒരു സ്ത്രീ വേണം. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായ? ഇത്രയും കാര്യം ഓക്കെയാണ്. ഇനി അടുത്ത ചോദ്യം, ആരാണ് ഈ മജിസ്ട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മജിസ്ട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജഡ്ജിയാണ്. അപ്പൊ 176 1 ആരെ കുറിച്ചാ പറഞ്ഞത്? പോലീസ് ഇത് റെക്കോർഡ് ചെയ്യണം. 183 6 ആരെ കുറിച്ചാ പറഞ്ഞത്? മജിസ്ട്രേറ്റിനെ കുറിച്ച്. അപ്പൊ നമ്മളൊരു ബലാത്സംഗ കുറ്റം അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റങ്ങൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ എടുക്കുമ്പോ ഇരയുടെ എന്ത് ചെയ്യണം? മൊഴി എടുക്കണം എന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ? ഇരയുടെ മൊഴി എടുക്കാൻ പോകുമ്പോൾ പ്രധാനമായിട്ട് ആര് കൂടി ഉണ്ടാവണം? പോലീസും മജിസ്ട്രേറ്റും കൂടെ ഉണ്ടാവണം. ആ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഒരു വനിതയായിരിക്കണം. നിങ്ങൾ പോലീസുകാരനായ നിങ്ങൾക്ക് വനിതാ മജിസ്ട്രേറ്റിനെ കിട്ടിയില്ല. ഓക്കെ അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? ഒരു പുരുഷൻ തന്നെ മതി. പക്ഷെ കൂടെ എന്ത് കൊടുത്താൽ മതി? ഒരു WCP വെച്ചാൽ. WCP എന്ന് വെച്ചാൽ എന്താ? വുമൺ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ SI. ആരെങ്കിലും ഒരു എന്തുണ്ടാവണം? ഒരു സ്ത്രീയുടെ സ്ഥാനത്തിലായിരിക്കണം പുരുഷ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യേണ്ടത്? രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ 176 183 6 മനസ്സിലായോ? 176 ബലാത്സംഗ കുറ്റകൃത്യം സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. 183 ബലാത്സംഗ കുറ്റകൃത്യം എന്ന് പറയുന്നില്ല. സ്ത്രീകൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങൾ എന്നാണ് പറയണത്. ഓക്കെ അല്ലെ? ആ സ്ത്രീകൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. ഏതില്? വ്യവസ്ഥ 2 1 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതോ അതിൽ കൂടുതലായ കുറ്റം. രണ്ടാമത്തെ ജീവപര്യന്തമുള്ള കുറ്റം. മൂന്നാമത്തെ വധശിക്ഷ വരുന്ന കുറ്റം. ഓക്കെ അല്ലെ? ഇത്രയും മനസ്സിലായ? ഈ 3 തരത്തിലുള്ള കുറ്റങ്ങളാണെങ്കിൽ ഓക്കെ എന്ത് ചെയ്യണം?
മൊഴി എടുക്കാൻ പോകുമ്പോൾ കൂടെ ആര് വേണം? വനിതാ ജഡ്ജി വേണം. വനിതാ ജഡ്ജി ഇല്ലെങ്കിൽ എന്ത് വേണം? പുരുഷ ജഡ്ജി വേണം. കൂടെ ആര് വേണം? ഒരു സ്ത്രീ വേണം. ബലാത്സംഗം ഈ പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ എന്ത് ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. ഓക്കെ അല്ലേ? അപ്പൊ 176 ഒന്നും 183(6) തമ്മിലുള്ള റിലേഷൻ മനസ്സിലായോ? റിലേഷൻ മനസ്സിലായി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 183(6)(a) വ്യവസ്ഥ 2 പ്രകാരം 10 വർഷമോ അതിൽ കൂടുതലോ തടവ് ലഭിക്കാവുന്ന കുറ്റം, ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റം ആർക്കെതിരെ ചെയ്തത്? സ്ത്രീകൾക്കെതിരെ ചെയ്തത്. ഓക്കെ അല്ലേ? പുരുഷന്മാർക്കെതിരെ ചെയ്ത കുറ്റകൃത്യം കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ സംഭവിക്കുന്ന സമയത്തിൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? സാക്ഷിയുടെ മൊഴിയും രേഖപ്പെടുത്തണം. ഇപ്പൊ കാര്യം മനസ്സിലായ? ഓക്കെ അല്ലേ? സാർ ഇപ്പൊ കാര്യം മനസ്സിലായി വരുന്നുണ്ട്. ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്താണ്? എന്തിനാണ് ഈ മജിസ്ട്രേറ്റിന്റെ ഇടയിൽ കയറ്റിയിരിക്കുന്നത്? പോലീസുകാരായ ഞങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? അന്വേഷണം നടത്തേണ്ടത്. അന്വേഷണം നടത്തിയതിന് ശേഷം ഞങ്ങൾ റിപ്പോർട്ട് എവിടെ ഏൽപ്പിക്കും? കോടതിയെ ഏൽപ്പിക്കും. കോടതിയിലാണ് മജിസ്ട്രേറ്റ് ഉള്ളത്. മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും? വാദങ്ങൾ കേൾക്കുന്നതായിരിക്കും. അതിനുശേഷം മജിസ്ട്രേറ്റ് വിടണോ വേണ്ടയോ, ശിക്ഷ വിധിക്കണോ എന്ത് ചെയ്യും? തീരുമാനിക്കും. ഇതാണ് സാർ നോർമൽ പ്രൊസീജിയർ. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് വന്നു? മജിസ്ട്രേറ്റ് വന്നു. ഓക്കെ, എന്തിനാ വരുന്നത്? ഞങ്ങളുടെ പോലീസുകാരായ ഞങ്ങളുടെ കയ്യിൽ വിശ്വാസമില്ലാത്ത കൊണ്ടാണോ? അതെ അതെ. ഓക്കെ അല്ലേ? അപ്പൊ പോലീസുകാരായ നിങ്ങളുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ ചോദ്യം ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒരാളെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മജിസ്ട്രേറ്റ് ഉറപ്പായി എന്ത് ചെയ്യണം? ശിക്ഷ കൊടുക്കണ്ടല്ലേ? കോടതി ശിക്ഷ കൊടുക്കണ്ടല്ലേ? എന്റെ ചോദ്യം ഞങ്ങളോട് തിരിച്ച്, പോലീസുകാരായ നിങ്ങൾ കുറ്റവാളി എന്ന് പറയുന്ന കണ്ടുപിടിച്ച ആൾക്ക് ശിക്ഷ കിട്ടും എന്ന് കോടതിയിൽ പോയാൽ ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ കോടതി ആർക്കൊക്കെയാണ് സംരക്ഷണം കൊടുക്കുന്നത്? ഒന്ന് ഇരയ്ക്ക്, രണ്ടാമത്തെ ആർക്കാ? കുറ്റവാളിക്ക്. രണ്ടുപേർക്കും ആര് സംരക്ഷണം കൊടുക്കുന്നുണ്ട്? കോടതി സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഇത്രയും മനസ്സിലായോ? അപ്പൊ പോലീസുകാരായ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ? സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം അന്വേഷിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കേസ് ഉണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഇരയ്ക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്ന്? പോലീസുകാരുടെ കയ്യിൽ നിന്ന്. സാക്ഷിയുടെ മൊഴി ആര് രേഖപ്പെടുത്തും? മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും. ഇരയുടെ മൊഴി ആര് രേഖപ്പെടുത്തും? മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന് ഇപ്പൊ തന്നെ അറിയാമെന്ത് എന്താണ് കൃത്യമായി പറഞ്ഞതെന്ന് അറിയാം. ഈ വിവരം ഒരു മജിസ്ട്രേറ്റ് വായിച്ചു നോക്കുമ്പോൾ എന്തുണ്ടാവും? കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഇരയ്ക്ക് നീതി കിട്ടാനുള്ള സംവിധാനം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് കോടതിയിൽ ഇരിക്കുന്ന ഒരു മജിസ്ട്രേറ്റിന് ഇവിടെ എന്താ കുറ്റം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പോലീസുകാരായി നിങ്ങളെ പണിക്കുള്ളിൽ ചേർത്തിട്ട് നിങ്ങളുടെ ഒപ്പം നിർത്തി ഇവിടെ ആക്ച്വലി ചെയ്യേണ്ടത് ആരാ? പോലീസുകാരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അതിനു പകരം മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? സെക്ഷൻ 184(6) ബലാത്സംഗത്തിനിരയായ ഒരു വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട് 7 ദിവസത്തിനുള്ളിൽ ഡോക്ടർമാർ എന്ത് ചെയ്യണം? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? മെഡിക്കൽ റിപ്പോർട്ട് എന്തിനാ അയച്ചു കൊടുക്കേണ്ടത്? എന്റെ മക്കളെ, ആദ്യം ബലാത്സംഗം നടന്നോ ഇല്ലയോ എന്ന് അറിയണം. ഓക്കെ, ഞാൻ സ്ത്രീകൾക്കെതിരെ പറയല്ല. ഒരുപാട് കേസസ് ഉണ്ട്. ആ കേസസിൽ എന്താണ്? സ്ത്രീകൾ പറയും ബലാത്സംഗം നടന്നു എന്നുള്ളത്. പക്ഷെ അത് ആക്ച്വലി എന്തായിരിക്കും? നോർമൽ ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. നോർമൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. സ്ത്രീകൾ പറഞ്ഞു എന്ത്? ബലാത്സംഗം നടന്നു എന്നുള്ളത്. അങ്ങനെ ഉടനെ അവരെന്ത് ചെയ്യണം? മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കണം. എന്നിട്ട് ആദ്യം മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് പ്രൂവ് ചെയ്യണം എന്ത്? ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. ഇതെല്ലാം നടന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ബലാത്സംഗ കേസിൽ പോലീസുകാരായ നിങ്ങൾക്ക് ആദ്യം വേണ്ട സംഭവത്തിന്റെ പേരെന്താ? മെഡിക്കൽ റിപ്പോർട്ട്. ഓക്കെ അല്ലേ? ആ മെഡിക്കൽ റിപ്പോർട്ട് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടണം? 7 ദിവസത്തിനുള്ളിൽ കിട്ടണം. എന്നാലേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. മെഡിക്കൽ റിപ്പോർട്ടേ ഇല്ലാതെ ആ ബലാത്സംഗം നടന്നു, എല്ലാം ഓക്കെയാണ്, ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ആദ്യത്തെ തെളിവാണ് എന്ത്? മെഡിക്കൽ റിപ്പോർട്ട്. ആ മെഡിക്കൽ റിപ്പോർട്ട് ഒരു ഡോക്ടർ ഉണ്ട്, ഗവൺമെന്റ് ഡോക്ടർ ആയിരിക്കും. ആ ഡോക്ടർ എത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിങ്ങളുടെ കയ്യിൽ തരണം? 7 ദിവസത്തിനുള്ളിൽ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായി. ഇതുവരെ
ഡിസ്കസ് ചെയ്ത ഈ സെക്ഷൻസ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്ത് ചെയ്യുക, എന്റെ കൂടെ പറയാം. ഓക്കെ അല്ലേ? അപ്പൊ പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ. സെക്ഷൻ 176 ഒന്ന്, രണ്ടാം വ്യവസ്ഥ. ഓക്കെ, എന്താണ്? ബലാത്സംഗത്തിൽ നടന്ന ഇരയ്ക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും പോലീസ് എന്ത് ചെയ്യണം? ഓഡിയോ വീഡിയോ മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യണം? ഇരയുടെ എന്താണ് അവരുടെ കംപ്ലൈന്റ് എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. സെക്ഷൻ 183(6) വ്യവസ്ഥ 1, സ്ത്രീകൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങൾ. ചില കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാ? എവിടെയാണോ ഇരിക്കുന്ന അവിടെ എന്റെ കൂടെ പറഞ്ഞ് 10 വർഷമോ അതിൽ കൂടുതലോ തടവ് കിട്ടാവുന്നത്, രണ്ടാമത്തെ ജീവപര്യന്തം കിട്ടാവുന്നത്, മൂന്നാമത്തെ വധശിക്ഷ കിട്ടാവുന്നത്. ഈ 3 കുറ്റങ്ങളിൽ പ്രധാനമായിട്ട് വരുന്ന കുറ്റങ്ങളാണെങ്കിൽ ഇരയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആരുണ്ടാവണം? ഒരു വനിതാ മജിസ്ട്രേറ്റ് ഉണ്ടാവണം. വനിതാ മജിസ്ട്രേറ്റിനെ കിട്ടിയില്ലെങ്കിൽ പുരുഷ മജിസ്ട്രേറ്റിനെ വെക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ കൂടെ ആരുണ്ടാവണം? ഒരു സ്ത്രീ ഉണ്ടാവണം. ഓക്കെ അല്ലേ? ഫൈൻ. 183(6)(a) വ്യവസ്ഥ 2, 10 വർഷമോ അതിൽ കൂടുതലോ തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ കിട്ടുന്ന ഒരു കുറ്റമാണ് സ്ത്രീകൾക്കെതിരെ നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാക്ഷിയുടെ മൊഴി ആര് രേഖപ്പെടുത്തും? മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും. ഇത്രയും മനസ്സിലായില്ലേ? സെക്ഷൻ 184(6), ഒരു ബലാത്സംഗം നടന്നു കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ ഒരു ഡോക്ടർ മെഡിക്കൽ റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാ? ഒരു പോലീസാണ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെയാണ്. ഫൈൻ. അപ്പോൾ പ്രധാനമായിട്ട് സ്ത്രീ കേന്ദ്രീകൃത മാറ്റങ്ങൾ വന്നിട്ടുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 179 1-ലെ 1-ാം വ്യവസ്ഥയാണ്. ഇവിടെ സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല 3-4 പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ പേര് സ്ത്രീകൾ, ഒരാളുടെ പേര് 15 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർ, ഒന്ന് 60 വയസ്സിന് മുകളിലുള്ളവർ. മുമ്പ് ഇത് 65 വയസ്സായിരുന്നു, ഇപ്പൊ എത്ര വയസ്സാക്കിയിട്ടുണ്ട്? 60 വയസ്സായിട്ടുണ്ട്. സിമ്പിളായി പറഞ്ഞ പ്രായമായ വ്യക്തി എത്ര? 60 വയസ്സിന് മുകളിലുള്ളത്. പുരുഷന്മാരിൽ ആരാ? 15 വയസ്സിന് താഴെയുള്ള കുട്ടി. സ്ത്രീകളാണെങ്കിൽ വയസ്സൊന്നുമില്ല, 1 വയസ്സ് മുതൽ 90 വയസ്സിലുള്ള സ്ത്രീകൾ. ഓക്കെ, അല്ലെങ്കിൽ മാനസികമായോ ശാരീരികമായോ പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ ഗുരുതരമായ രോഗമുള്ളവർ. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറ്റില്ല. വരട്ടെ. ഓക്കെ അല്ലേ? എന്ത് കൊടുത്തിട്ടുണ്ട്? ഇളവ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വന്നില്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യും? അവരുടെ വീട്ടിൽ പോയി തെളിവെടുക്കും. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? വിചാരണ നടത്തും. അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും? വിചാരണ നടത്തും. ആർക്കൊക്കെയാ? എന്റെ കൂടെ പറഞ്ഞേ. ഒന്നാമത്തെ ആളാരാ? സ്ത്രീകൾ. രണ്ടാമത്തെ ആളാരാ? 15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾ. മൂന്നാമത്തെ ആളാരാ? 60 വയസ്സിന് മുകളിലുള്ളവർ. മുമ്പ് എത്രയായിരുന്നു? 65 വയസ്സ്. നാലാമത്തെ ആളാരാ? മാനസികമോ ശാരീരികമോ ആയ വൈകല്യമുള്ളവർ. അഞ്ചാമത്തെ ആളാരാ? ഗുരുതരമായ രോഗമുള്ളവർ. എന്നിവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജർ നൽകുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇളവ് നൽകുന്നുണ്ട്. ആ സെക്ഷന്റെ പേരെന്താ? സെക്ഷൻ 179 1. ഓക്കെ അല്ലേ? അതിന്റെ സബ്സെക്ഷൻ 1-ൽ രണ്ടാമത്തെ വ്യവസ്ഥയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു വ്യവസ്ഥ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവർക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നേ പറ്റുള്ളൂ എന്ന് അവർക്ക് ഒരു ആഗ്രഹം. സാർ അതെന്താ അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളത്? ഫോർ എക്സാമ്പിൾ, ഒരു പ്രായമായ ആളുണ്ട്. ഈ പ്രായമായ ആളെ ക്രിമിനൽ ആയിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ആ പുള്ളിയുടെ മകൻ തന്നെയാണ്. ഇപ്പൊ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചു വിചാരിക്കും. അപ്പൊ ആ പ്രായമായ ആ അച്ഛന് സ്വന്തം മകനെതിരെ അവിടെ ഇരുന്നിട്ട് സ്വതന്ത്രമായിട്ട് പറയാൻ പറ്റിയെന്ന് വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ പുതിയൊരു വ്യവസ്ഥ ആഡ് ചെയ്തു. പുതിയ എന്ത് വ്യവസ്ഥ ആഡ് ചെയ്തത്? വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവാം. പോലീസ് സ്റ്റേഷനിൽ പോകാന്നല്ലാണ്ട് ആഡ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പോലീസ് സ്റ്റേഷനിൽ പോകാവുന്നതാണ്. ഇത്രയും മനസ്സിലായ? ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഇരുന്നോളൂ, നോ പ്രോബ്ലം. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം, എന്ത് ചെയ്യാം? പറയാവുന്നതാണ്. അങ്ങനെ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ സെക്ഷൻ 179 1 മനസ്സിലായോ? ഓക്കെ അല്ലെ? അതിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? എന്താണ് നമ്മൾ സബ്സെക്ഷൻ 1-ലെ രണ്ടാമത്തെ വ്യവസ്ഥയിൽ ആഡ് ചെയ്യുന്നത് മനസ്സിലായോ? സിമ്പിൾ ആയി ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പോലീസ് സ്റ്റേഷനിൽ പറയാം. ഓക്കെ അല്ലെ? സെക്ഷൻ 195 1, അതിലെ വ്യവസ്ഥ എന്താ? അതേ പറഞ്ഞ ആളുകൾ തന്നെയാണ്. 15 വയസ്സിൽ താഴെയുള്ളത്, 60 വയസ്സിൽ മുകളിലുള്ളത്, പുരുഷനോ സ്ത്രീയോ, മാനസികമായോ ശാരീരികമായോ വൈകല്യമുള്ള വ്യക്തിയോ, ഗുരുതരമായ രോഗമുള്ളവരോ ആണെങ്കിൽ, ഓക്കെ അല്ലെ, അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകേണ്ടതെന്ന് വ്യവസ്ഥ ചെയ്യുന്നു.
നൽകുന്നു. അപ്പൊ അവർക്ക് എവിടെ ഹാജരാവാം? അവര് താമസിക്കുന്ന സ്ഥലത്ത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു. അപ്പൊ എന്റെ ചോദ്യം, എവിടെയാണ് അവർ ഹാജരാവുക? അത് ഞാൻ നോക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 195 ഒന്ന്. എവിടെയാ അവര് ഹാജരാവുക? അവര് താമസിക്കുന്ന സ്ഥലത്ത്, അവരുടെ വീട്ടിലാണ് അവരെന്ത് ചെയ്യുക? ഹാജരാവുക. അപ്പൊ എന്റെ ചോദ്യം, അവരുടെ വീട്ടിൽ അവരുടെ മകൻ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഉപദ്രവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് പറയാ? എന്റെ മോനെ പോലീസെ, ഞാൻ അവിടെ വരാൻ പോവാണ്, പോലീസ് സ്റ്റേഷനിൽ വരാൻ പോവാണ്, എന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിക്ക് ആവുന്നുണ്ടാ? മനസ്സിലാവുന്നുണ്ടാ? കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി പഠിക്കണേ, കാണാപ്പാടം പഠിക്കരുതേ. ഓക്കെ അല്ലേ? ഫൈൻ. അങ്ങനെ ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പോകണേ, അവർക്ക് എന്ത് ചെയ്യാം? ഹാജരാവാം, വേണമെങ്കിൽ ഹാജരാവാം, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 195 ഒന്നും സെക്ഷൻ 195 179 ഒന്നും എല്ലാം മനസ്സിലായി. അത്രയും കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്, അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. പോലീസിനുള്ള വിവരങ്ങളും അവരുടെ അന്വേഷണ അധികാരവും എന്ന് പറയുന്ന ഭാഗങ്ങളും വന്നുള്ള മാറ്റങ്ങൾ. ഓക്കെ അല്ലേ? പോലീസിന് വിവരം കൊടുക്കുക, പോലീസിന് വിവരം വാങ്ങുക. പോലീസിന് വിവരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് നൽകുക. അല്ലെങ്കിൽ എന്ത് പറയാ, എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഏതോ ഒരാള് ഏതോ ഒരു സ്ത്രീയെ അവരുടെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുന്നുണ്ട്. അപ്പൊ ഉടനെ ഞാൻ എന്ത് ചെയ്തു? പോലീസിനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ത്രീകൾക്കെതിരെ ആക്രമണം നടന്നുണ്ട്, ഉടനെ വരിക പോലീസേ. അപ്പൊ എന്താ? അത് കിട്ടുന്ന വിവരം. ഓക്കെ, ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്താ? എന്റെ മാല കാണാതായി, 90 ദിവസമായി മാല കാണാതായിട്ട്. എന്തായി പോലീസേ വിവരം? എനിക്ക് വിവരം തരൂ. മനസ്സിലായ? പോലീസുള്ള വിവരം പറഞ്ഞാൽ എന്താ? 2 വിവരമുണ്ട്. ഒന്നാമത്തെ വിവരം എന്താ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വിവരം. രണ്ടാമത്തെ വിവരം എന്താ? അവരവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്ന വിവരം. അപ്പൊ 2 കാര്യം മനസ്സിലായോ? അവരുടെ അന്വേഷണ അധികാരം വേണ്ടേ? ഓക്കെ അല്ലേ? ഈ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അന്വേഷണ അധികാരം നോക്കാം. നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ആണെന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് ഒരു ഏരിയ തന്നിട്ടുണ്ടാവും. ആ ഏരിയയുടെ പേരാണ് ജൂഡിസ്ഡിക്ഷൻ എന്നാണ് അതിന് പറയാ. ഓക്കെ, ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ ജോലിയൊക്കെ അന്വേഷണം നടത്തുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങളെ പോലുള്ള സമയത്ത് എന്ത് പറയും? നിങ്ങൾ ഗ്യാങ് ആയിട്ടായിരിക്കും നടത്തുന്നുണ്ടാവും. അപ്പൊ ഒരു ഗ്യാങ് വേറൊരു ഗ്യാങ്ങിന്റെ ഏരിയയിൽ എന്ത് ചെയ്യില്ല? കടക്കില്ല. അങ്ങനെ എന്തെങ്കിലും കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഗ്യാങ് ഈ ഗ്യാങ് കൂടി അടിയാവും. അങ്ങനെ എന്തെങ്കിലും അടിയായ ആദ്യം പറഞ്ഞ ഡയലോഗ് എന്താ? നീ എന്റെ ഏരിയയിലേക്ക് വാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്റെ ഏരിയയിലേക്ക് വാ, അവിടെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നല്ലേ പറയുക? അതെ. അങ്ങനെയാണെങ്കിൽ സംഭവം എന്താ? ഒരു പോലീസുകാരനായ നിങ്ങൾക്ക് ഒരു ഏരിയ തന്നിട്ടുണ്ട്, വേറൊരു പോലീസുകാരന് വേറൊരു ഏരിയ തന്നിട്ടുണ്ട്. ഒരാളുടെ ഏരിയയിൽ കയറി വേറൊരാൾ എന്ത് ചെയ്യരുത്? കളിക്കരുത്. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അതിന് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്താ ഇടപെടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംവിധാനമുണ്ട്. സംവിധാനത്തിന്റെ പേര് എന്താ? സീറോ FIR. സെക്ഷൻ 173 ഒന്നിലാണ് സീറോ FIR കുറിച്ച് പറയുന്നത്. ആ സീറോ FIR എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോലീസ് സ്റ്റേഷന്റെ പരിധിക്ക് പുറത്തുള്ള ഒരു കുറ്റകൃത്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്താൻ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പോലീസുകാരെ അറിയിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ അറിയിക്കുമ്പോൾ ഉടനെ പോലീസുകാർ എന്താ പറഞ്ഞ്? ഇതെന്റെ ഏരിയയിലല്ല, നീ ആ ഏരിയയിലേക്ക് പോകുന്നു പറഞ്ഞു. ഇപ്പോൾ ഈ സീറോ FIR ആണെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യുക? എന്താ മോനെ വന്ന്? എന്താ പ്രശ്നം? ഓക്കെ, എന്റെ വീട്ടിൽ 4 പേര് കടന്നിട്ട് എന്ത് ചെയ്തു? 1 ലക്ഷം രൂപയുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി. എവിടെയാ വീട്? പാലക്കാട്. നീ എവിടെ വന്നിരിക്കുന്നത്? തൃശ്ശൂര്. നീ എന്നിട്ട് തൃശ്ശൂർ വന്ന് എന്ന് ചോദിക്കുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യുക? എല്ലാം എഴുതി വെക്കുക. നിങ്ങൾ പോലീസുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നടന്ന കാര്യങ്ങളും കുറ്റങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിൽ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. എഴുതി വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടാ, അന്വേഷണം നടത്താമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യുക? എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം എവിടേക്ക് അയക്കുക? എവിടെയാണോ പോലീസ് സ്റ്റേഷൻ അവിടേക്ക് അയക്കുക. സാർ, അപ്പൊ എന്താ? ഒരു പോലീസുകാരനായ നിങ്ങൾ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടിയുടെ പേരാണ് FIR. FIR എന്ന് വെച്ചാൽ അതിന് ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നാണ്. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്താൽ മാത്രമേ ഒരു പോലീസുകാരൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അന്വേഷണം നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ സീറോ FIR എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ വേണമെങ്കിലും FIR ഫയൽ ചെയ്യാം. എന്നിട്ട് ഞാൻ പാലക്കാട് സ്റ്റേഷനിലേക്ക് വന്നു. ഇപ്പൊ പോലീസുകാരൻ എന്ത് പറയും? ആ സ്റ്റേഷനിൽ പോയി വിളിച്ചിട്ട് എന്തൊക്കെയാണ് കാര്യം ചോദിക്കും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? അന്വേഷണം സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ സമയം ലാഭിച്ചില്ലേ? ഓക്കെ അല്ലേ? നേരത്തെ എന്താ? ആദ്യം അയാൾ ഇങ്ങോട്ട് വരണം, വന്നിട്ട് ഇവിടെ വന്ന് പറയണം. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി എന്ത് ചെയ്തു? FIR രജിസ്റ്റർ ചെയ്തു. ആ FIR പേരാണ് എന്ത്? സീറോ FIR. ഇത്രയും മനസ്സിലായില്ലേ?
ഓക്കെ, എന്താ സീറോ എഫ്ഐആറിന്റെ പ്രൊസീജിയർ? പരിധിക്ക് പുറത്തുള്ള ഒരു സ്റ്റേഷനിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യേണ്ടത്? അയാള് പോലീസ് സ്റ്റേഷനിൽ ഒരു ബുക്ക് സൂക്ഷിച്ചിട്ടുണ്ടാവും. ആ ബുക്കിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഇനി എനിക്ക് പോവാൻ വയ്യ, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, എനിക്ക് മിണ്ടാതിരിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോവാൻ വയ്യ, സോറി അങ്ങനെയല്ല, ഞാൻ കഷ്ടത്തിൽ എന്നെ എല്ലാവരും 4 പേരും ഒന്ന് അടിച്ചിരിക്കുകയാണ്, ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എണീക്കാൻ പറ്റില്ല, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം. നോ പ്രോബ്ലം. ഇപ്പൊ ഓൺലൈനിന്റെ കാലമല്ലേ, അപ്പൊ എന്ത് ചെയ്യാം? ഈ FIR കൊടുക്കാവുന്നതാണ്. ഈ FIRലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ അല്ലേ? ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇരയെയും സാക്ഷിയെയും കേന്ദ്രബിന്ദുവാക്കി. ഇരയെ കേന്ദ്രബിന്ദുവാക്കിയ, ഇര എന്നതിന്റെ ഡെഫിനിഷൻ മാറ്റിയ, ഓക്കെ, മാറ്റി, ഓക്കെ. വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തു, ചേർത്തു, ഇല്ലാതാക്കി. ഇല്ലാതാക്കിയതിനെ കുറിച്ച് പഠിച്ചില്ലേ? ആണ്, ഓക്കെ. ഇനി അടുത്തത്, സാങ്കേതിക വിദ്യയും സമയക്രമവും അവതരിപ്പിച്ചു. സാങ്കേതിക വിദ്യ കൊണ്ടുവന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന സെക്ഷന്റെ പേരാണ് ഏത് സെക്ഷൻ? സെക്ഷൻ 171(1). അതിൽ എന്തുണ്ട്? ഈ FIR ഉണ്ട്, ഓക്കെ അല്ലേ? ഈ FIRൽ എന്ത് ചെയ്യാവുന്നതാണ്? ഒരു മെയിൽ അയച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? കുറ്റം രജിസ്റ്റർ ചെയ്യാം. ഓക്കെ സാർ, കുറ്റം രജിസ്റ്റർ ചെയ്ത ആൾ അപ്പോ എന്താ പറയാ, പോലീസ് സ്റ്റേഷനിൽ പോവുക വേണ്ടേ? അങ്ങനൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു 3 ദിവസത്തിൽ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതൊന്ന് ഒപ്പിട്ട് കൊടുക്കണം. FIR എല്ലാം ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പോയ ഉടനെ എന്ത് ചെയ്യണം? ഒപ്പിട്ട് കൊടുക്കണം. സാറ് ഈ FIR ഫയൽ ചെയ്യുക, ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയ പ്രൊസീജിയർ അല്ലേ എന്ന് വിചാരിക്കുന്നവർക്ക്, എന്റെ മക്കളെ, ഡെയിലി 100 കേസ് വരും. ഈ 100 കേസിന് FIR എഴുതണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പോയി അന്വേഷിച്ച് കാര്യങ്ങൾ എഴുതണം. അത് എഴുതുമ്പോഴേക്കും എന്ത് ചെയ്യും? സമയം എടുക്കും. ആ സമയത്തിലുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണത്? ഈ FIRും സീറോ FIR കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ FIR എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് FIR. എങ്ങനെ കൊടുക്കാം? വല്ല മെസ്സേജോ മെയിലോ അങ്ങനെയെല്ലാം കൊടുക്കാവുന്നതാണ്, ഓക്കെ അല്ലേ? മെസ്സേജോ മെയിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്? കൊടുക്കാവുന്നതാണ്. അപ്പൊ എന്താ നോക്കേണ്ടത്? നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തിലുള്ള എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്ത ആൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അത്രേ ഉള്ളൂ. സീറോ FIR എന്താണെന്ന് മനസ്സിലായ? ഈ FIR എന്താണെന്ന് മനസ്സിലായ? സെക്ഷൻ 173(2). ഓക്കെ, ഇരയ്ക്ക് ഒരു FIR എഴുതി വെച്ചിട്ടില്ലേ? അതിന്റെ പകർപ്പ് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, സെക്ഷൻ 193(3)(2). ഇതിലെന്താ പറയുന്നത്? ആക്ച്വലി ഇരയെ കേന്ദ്രീകൃതമാക്കണം. ഇരയെ കേന്ദ്രീകൃതമാക്കുക എന്നുള്ളത് BNSSന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണോ? അതെ. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് 90 ദിവസത്തിനുള്ളിൽ എന്താണ് പുരോഗതി ഉണ്ടായത്? ഓക്കെ, 90 ഡേയ്സ് കഴിഞ്ഞ് ഒരു വിവരവും ഇല്ല, എന്നെ അടിച്ച ആളുകളൊന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല. അപ്പൊ പുരോഗതി എന്താണെന്ന് വിവരം നൽകുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമെന്റിനെയോ അല്ലെങ്കിൽ എന്താ ഇരയെയോ ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? അറിയിക്കണം. നിങ്ങൾ ഒരു കേസ് വന്നു, ഇപ്പൊ 90 ദിവസമായി, എന്താണ് പുരോഗതി എന്നെന്ത് ചെയ്യുക? അറിയിക്കുക. സാർ, ഈ പോലീസുകാർ എല്ലാവരുടെ വീട്ടിലും പോയി ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴാ കേസ് അന്വേഷിക്കുക എന്ന് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ താഴെ വായിച്ചു നോക്കുക, ഓക്കെ അല്ലേ? അവർക്ക് എന്ത് ചെയ്യാം? സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ BNSൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു വിവരം പോലീസുകാരൻ മൊബൈൽ ഫോണിലൂടെയോ വാട്സാപ്പിലൂടെയോ അയച്ചു കൊടുക്കണമെങ്കിൽ അത് എന്തായി? ഒരു സാധുവായ രേഖയായി. സാധുവായ രേഖ എന്ന് വെച്ചാൽ എന്താ? ഒരു കോടതിയിൽ അപ്രൂവ് ചെയ്യുന്ന രേഖയായിട്ട് എന്ത് ചെയ്തു? അതും മാറി. ഒരു PSCയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരില്ലേ? PSC എന്ത് ചെയ്തിട്ടുണ്ട്? എന്താ പറയാ, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരില്ലേ? നിങ്ങളുടെ ഫോണിൽ വരുന്ന ആ മെസ്സേജ് PSCക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരു തെളിവായി ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റുന്നതാണ്. അതിന്റെ പേരാണ് സാധുവായ തെളിവ്. അപ്പോ ഒരു പോലീസുകാരൻ 90 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഒരു തേങ്ങയും ആയിട്ടില്ല, അങ്ങനെ അയക്കാൻ പറ്റില്ല, എന്താ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതൊരു തെളിവാണോ? ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ പോലീസുകാരനെതിരെ കേസ് കൊടുക്കാൻ എവിടെ പോകാം? കോടതിയിൽ പോകാം. നിങ്ങളുടെ കയ്യിലെ തെളിവ് എന്താ? ഈ കാണുന്നതാണ് രേഖ, ഓക്കെ അല്ലേ? ഇത് ഈ കയ്യിലെ രേഖയാ. ശങ്കരാടി പറഞ്ഞ പോലെ അല്ല, ഈ ഫോണിൽ കാണുന്നതാണ് രേഖ. പോലീസുകാരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താ അയച്ചിട്ടുണ്ട്? ഒന്നും ആയിട്ടില്ല. അപ്പൊ അതിനെതിരെ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് കേസ് കൊടുക്കണം. പോലീസുകാരെ കൊണ്ട് എന്ത് ചെയ്യണം? ജോലി എടുക്കാൻ പറയണം. ജോലി എടുക്ക് പോലീസേ എന്ന് പറയണം.
ഇപ്പൊ മനസ്സിലായ? 173 193 ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ. ഓക്കെ, അപ്പൊ പോലീസിന്റെ വിവരങ്ങളിലും അവരുടെ അന്വേഷണ അധികാരത്തിലും വന്ന മാറ്റങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? റിവൈസ് ചെയ്യുന്നു. അപ്പൊ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്ത് ചെയ്യുക? എന്റെ കൂടെ പഠിക്കുക. സെക്ഷൻ 173 ഒന്ന് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സീറോ FIR. സീറോ FIR എന്ന് വെച്ചാൽ എന്താ? പരിധിക്ക് പുറത്ത് പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത്? ആദ്യം കുറ്റകൃത്യം കേട്ടതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കേണ്ടതാണ്. രണ്ടാമത്തെ എന്താ? FIR. ഇലക്ട്രോണിക് ആയിട്ട് FIR കൊടുക്കാവുന്നതാണോ? കൊടുക്കാവുന്നതാണ്. എന്താ ക്യാച്ച്? എന്താ? ഒരു 3 ദിവസത്തിനുള്ളിൽ വന്നിട്ട് എന്ത് ചെയ്യണം? സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? സെക്ഷൻ 173 ഇരയ്ക്ക് FIR പകർപ്പ് എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് കൊടുക്കണം. സെക്ഷൻ 193 ഓക്കെ, ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ 90 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്താണ് പുരോഗതി ഉണ്ടായത് എന്ത് ചെയ്യണം? ഇരയെയോ ഇൻഫോം ചെയ്ത ആളെയോ എന്ത് ചെയ്യണം? അറിയിക്കണം. നേരിട്ട് അറിയിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എന്ത് ചെയ്യാം? സാങ്കേതിക വിദ്യ മെസ്സേജ് ഉപയോഗിച്ച് അറിയിക്കാവുന്നതാണ്. ഇതൊരു സാധുവായ രേഖയാണ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് അന്വേഷണങ്ങളും വിചാരണകളും സംബന്ധിച്ച പൊതുവ്യവസ്ഥകൾ. അതിലാദ്യം നമുക്ക് പഠിക്കാനുള്ള സെക്ഷന്റെ പേരാണ് സെക്ഷൻ 360. പ്രോസിക്യൂഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇരയ്ക്ക് എന്ത് ചെയ്യണം? വാദം കേൾക്കാൻ കോടതി അവസരം നൽകണം. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താന്ന് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ഒരു കേസിന് പോയി വിചാരിക്കുക. നമുക്കൊരു സിനിമ എടുക്കാം. സിനിമയുടെ വരാൻ നേരിൽ ആ പെൺകുട്ടിയെ ഒരാൾ എന്ത് ചെയ്തു? റേപ്പ് ചെയ്തു. ആ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടനെ വിളിക്കുന്ന പേരാണ് പ്രോസിക്യൂഷൻ. എന്താ റേപ്പ് ചെയ്ത ആ വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്ന ആളുടെ പേരാണ് സിദ്ദിഖ് അല്ലെങ്കിൽ പ്രിയാമണി. അവരുടെ പേരാണ് എന്ത്? ഡിഫൻസ്. അപ്പൊ രണ്ടുപേരുണ്ട്. ഒരാളുടെ പേരെന്താ? ഡിഫൻസ്. ഒരാളുടെ പേരെന്താ? പ്രോസിക്യൂഷൻ. ഓക്കെ, അപ്പൊ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാവുന്നതിന് മുമ്പ് ആ ഇരയായ പെൺകുട്ടി വീട്ടിലിരിക്കുകയല്ല, വന്നിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ഈ വാദം കേൾക്കാനും അതില് അഭിപ്രായം പറയാനുമുള്ള അവസരം ആര് കൊടുക്കണം? കോടതി കൊടുക്കണം. അപ്പൊ കോടതി എന്ത് ചെയ്യണം? ചോദിക്കണം അവരോട്, എന്ത്? മോളെ, എന്താ ആക്ച്വലി സംഭവിച്ചത്? ഓക്കെ, നിനക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പറയാനുണ്ടോ? പ്രോസിക്യൂഷൻ വാദം എന്ത് ചെയ്യാൻ പോവാണ്? പൂർത്തീകരിക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ ലാലേട്ടൻ പറഞ്ഞു തന്നെയാണോ നിനക്ക് പറയാനുള്ളത്? അതോ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണോ എന്നൊക്കെ ആര് ചോദിക്കണം? കോടതി ചോദിക്കണം. സെക്ഷൻ എന്താ? സെക്ഷൻ 360. ഓക്കെ, സെക്ഷൻ 392 വിചാരണ അവസാനിച്ച തീയതി മുതൽ 45 ദിവസത്തിനുള്ളിൽ ക്രിമിനൽ കോടതി എന്ത് ചെയ്യണം? വിധി പ്രഖ്യാപിക്കും. ഓക്കെ, എപ്പോ തൊട്ട് എപ്പോ വരെയാ? വിചാരണ അവസാനിച്ച് കഴിഞ്ഞിട്ട്. എല്ലാ വിചാരണയും കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതേ നേര് സിനിമ എടുക്കാം. മോഹൻലാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, അപ്പുറത്ത് പ്രിയാമണി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ എന്തായി? വിചാരണ ഫൈനലൈസ് ആയി. ഇനി എന്ത് ചെയ്യണം? വിധി പറയണം. വിധി പറയാൻ ക്രിമിനൽ കോടതിക്ക് എത്ര ദിവസമുണ്ട്? 45 ദിവസമുണ്ട്. എപ്പ തൊട്ടാ ദിവസം കൗണ്ട് ചെയ്യുക? വിചാരണ അവസാനിച്ച തീയതി. ഓക്കെ അല്ലെ? എന്നിട്ട് 45 ദിവസത്തിന് ശേഷം വിധി എന്ത് ചെയ്തു? പുറപ്പെടുവിച്ചു. എന്നാണോ വിധി പുറപ്പെടുവിച്ചത്? ഇപ്പോൾ ആ നേര് സിനിമയിൽ അവന് കിട്ടിയ കേസിന്റെ എന്താ? ഓക്കെ അല്ലെ? 14 വർഷം ചെയ്തു, തടവ് കിട്ടി. ആ വിധി പുറപ്പെടുവിച്ച് 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കോടതി വിടുന്ന പകർപ്പ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പൊ കോടതിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് എന്ത് കിട്ടും? വിധിയുടെ പകർപ്പ് കിട്ടും. വിധിയുടെ പകർപ്പ് കിട്ടാൻ വേണ്ടി കോടതി എന്ത് ചെയ്യണ്ട? കയറി ഇറങ്ങി നടക്കണ്ട. ഇതെല്ലാം മനസ്സിലാക്കാൻ എന്താ ചെറിയൊരു ഡൗട്ടുകൾക്ക് വേണ്ടിയിട്ട്, എന്റെ മക്കളെ, സർക്കാർ ഇന്ന് ഒരു ഡോക്യുമെന്റ് കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഈ അക്ഷയയും എന്താ ഓൺലൈൻ സിസ്റ്റവും വരുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസിനോ താലൂക്ക് ഓഫീസിനോ എന്തെങ്കിലും ഒരു വിവരം കിട്ടണമെങ്കിൽ എന്താ കൊല്ലങ്ങൾ എടുക്കും. ഓക്കെ, ഇപ്പൊ അങ്ങനൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും. എന്തുകൊണ്ട് അങ്ങനെ കിട്ടാനുള്ള കാരണം? ടെക്നോളജി വന്നതുകൊണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ കോടതിയുടെ വിധി പകർപ്പ് എന്ത് ചെയ്യണം? ഒരു സാധാരണക്കാരന് കിട്ടണം. എന്ത് ചെയ്യുക? കോടതിയുടെ വെബ്സൈറ്റ് എടുക്കുക, അതിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് എടുക്കുക. 2 മിനിറ്റ് കൊണ്ട് കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ കോടതി ആ വിധി പകർപ്പ് എത്ര ദിവസങ്ങളിൽ ആഡ് ചെയ്യണം? 7 ദിവസങ്ങളിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മുടെ പ്രതിയെ എന്ത് ചെയ്യാൻ പോവാണ്? വിധി കൽപ്പിക്കാൻ പോവുകയാണ്. ഇവർ പ്രതി ഒരു മതത്തിലെ ഏതെങ്കിലും ഒരു സ്വാമിയോ ആരെങ്കിലും ആണെന്ന് വിചാരിക്കുകയും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണെന്ന് വിചാരിക്കുകയും, ആ രാഷ്ട്രീയ നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സ്വാമിയുടെ ആളുകളോ ആ കോടതിയിലെ മുമ്പിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ലേ? ഇരയെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അപ്പൊ ആ സ്വാമിയെ കോടതിയിലേക്ക് കൊണ്ടുവരില്ല. ഓക്കെ അല്ലെ? സ്വാമിക്ക് എന്ത് കൊടുക്കും?
ഓൺലൈനിൽ സൂം മീറ്റിംഗിൽ വിളിക്കും സാമിനെ, ഓക്കെ അല്ലേ? എന്തിന്? പ്രതിയെ. എന്തിനെന്ത് പറയും? മോനെ ഇതാണ് നിന്റെ ശിക്ഷ, ഓക്കെ. അപ്പൊ പ്രതിയെ വിധി കേൾക്കാൻ വേണ്ടിയിട്ട് ലൈവായി കൊണ്ടുവരേണ്ട കാര്യമുണ്ടാ? ഇല്ല, ഓക്കെ അല്ലേ? പ്രതിക്ക് എന്ത് ചെയ്താൽ മതി? ഇതേ സാധനം എന്താണ് സൂം മീറ്റിംഗിൽ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? കാണിച്ചു കൊടുത്താൽ മതി. ഇത്രയും മനസ്സിലായ? അപ്പൊ സെക്ഷൻ 392 മനസ്സിലായോ? സെക്ഷൻ 360 മനസ്സിലായോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ BNSS പുതിയൊരു വകുപ്പ് കൂട്ടിച്ചേർത്തു, ഓക്കെ അല്ലേ? വകുപ്പ് കൂട്ടിച്ചേർത്ത് പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ആ പുതിയൊരു വകുപ്പാണ് എന്ത്? വകുപ്പ് 398. സെക്ഷൻ 398 പുതിയൊരു വകുപ്പാണ്, പുതിയൊരു വിഭാഗമാണ്. എന്താ ഈ വകുപ്പിൽ പറയുന്നത്? സാക്ഷി സംരക്ഷണ പദ്ധതി. സാക്ഷിയെ സംരക്ഷിക്കണം. എന്റെ ചോദ്യം നിങ്ങളോട്, ഒരു കേസ് നിങ്ങൾ കൊടുക്കാൻ പോയി കോടതിയിൽ ഒരാഴ്ച കൊണ്ട് വിധി നിങ്ങൾക്ക് ഉറപ്പുണ്ടാ? 1 മാസം ഒരു ഉറപ്പില്ല. 3 മാസം, 1 വർഷം, 10 വർഷം വരെ പോണ കേസ് ഉണ്ടാ? ഉണ്ട്. അത്രയും കാലം ഈ സാക്ഷി ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടാ? ഓക്കെ അല്ലേ? ഒരുപാട് സിനിമയെ കാണുന്നവരല്ലേ? അപ്പൊ എന്താ കുറ്റം ചെയ്ത ആള് ഭയങ്കര കരുത്തനാണെങ്കിൽ ഈ സാക്ഷി എന്ത് ചെയ്യും? സ്വാധീനിക്കില്ലേ? ഈ സാക്ഷിയെ പേടിപ്പിക്കില്ലേ? അപ്പൊ സാക്ഷിക്ക് എന്ത് ചെയ്യണം? സംരക്ഷണം കൊടുക്കണം. അതിനു വേണ്ടിയുള്ള സെക്ഷന്റെ പേരാണെന്ത്? സെക്ഷൻ 398. ഓക്കെ. ഈ സാക്ഷി ആരാ സംരക്ഷിക്കേണ്ടത്? അതാത് സംസ്ഥാന സർക്കാർ. സാക്ഷി UP-യിലാണ്. ആര് സംരക്ഷിക്കുക? UP സർക്കാർ സംരക്ഷിക്കുക. സാക്ഷി കേരളത്തിലെ സാക്ഷിയാണ്. ആര് സംരക്ഷിക്കുക? കേരള സർക്കാർ സംരക്ഷിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഒരു സാക്ഷി സംരക്ഷണ പദ്ധതി ആരുണ്ടാക്കണം? അതാത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാ? സാക്ഷിക്ക് പേടിയോ സമ്മർദ്ദമോ ഇല്ലാതെ നിയമവ്യവസ്ഥയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ചേരാൻ വേണ്ടിയിട്ട്. ഓക്കെ. സാർ ഇത് എങ്ങനെയാ വന്നത്? മലീമത് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. അവർ മാത്രമല്ല വിവിധ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ട്. ഈ മാലിമത് കമ്മിറ്റിയിലാണ് എന്ത് ചെയ്തത്? സാക്ഷി സംരക്ഷണ പദ്ധതി പ്രധാനമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് മഹേന്ദ്ര ചൗദ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഓക്കെ അല്ലെ? കേസ് എന്താ? മഹേന്ദ്ര ചൗദ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സാക്ഷി സംരക്ഷണ പദ്ധതി 2018 എന്ന് പറഞ്ഞൊരു കരട് ഉണ്ടായിരുന്നു. ആ കരട് സുപ്രീം കോടതി എന്ത് ചെയ്തു? അംഗീകരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? സാക്ഷി സംരക്ഷണ പദ്ധതി ചെയ്യാൻ പറഞ്ഞു. ഈ BNSS വന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റ് സെക്ഷൻ 398 എന്ന് പുതിയൊരു വിഭാഗം കൂട്ടിച്ചേർക്കുകയും ആ സാക്ഷി സംരക്ഷണ പദ്ധതി ആരുടെ കടമയാക്കി മാറ്റുകയും ചെയ്തു? സംസ്ഥാന സർക്കാരിന്റെ കടമയാക്കി മാറ്റുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ BNSS-ൽ കൂട്ടിച്ചേർത്തല്ല, കൊണ്ടുവന്ന പുതിയ സെക്ഷന്റെ പേരെന്താ? പുതിയ സെക്ഷന്റെ പേരാണ് സെക്ഷൻ 398. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെയാണ്. ടൈം ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട്, രേഖകൾ മുതലായവ വിതരണം ചെയ്യുന്നതിന് 14 ദിവസത്തെ സമയമുണ്ട്. കേസ് കമ്മിറ്റൽ, ഓക്കെ അല്ലേ? കേസ് കമ്മിറ്റൽ എന്ന് വെച്ചാൽ എന്താ? ഒരു കേസ് ലോവർ കോടതിയിൽ നിന്ന് ഹയർ കോടതിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. അത് കൊടുക്കാൻ പറയാൻ വേണ്ടിയിട്ട്, അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 90 ദിവസം അല്ലെങ്കിൽ എന്താ മാക്സിമം 180 ദിവസം. ഡിസ്ചാർജ് അപേക്ഷ സമർപ്പിക്കാം. ഡിസ്ചാർജ് അപേക്ഷ പറഞ്ഞാൽ എന്താ? ഞാൻ വിട്ടുപോകാനുള്ള അപേക്ഷ സമർപ്പിക്കാം. എത്ര ദിവസം? 60 ദിവസം. അപ്പൊ 14, 90, 180, 60. അപ്പൊ ടൈം ലൈൻ ഉണ്ടാ? ടൈം ലൈൻ ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ എന്റെ ചോദ്യം, ഇവിടത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഏതാണ്? സാങ്കേതിക വിദ്യയും സമയക്രമവും അവതരിപ്പിച്ചു. അവ സമയക്രമം അവതരിപ്പിച്ചിട്ടുണ്ടാ? മനസ്സിലായി. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് BNSS-ന്റെയും അവലോകനം പാർട്ട് 2 ആയിരിക്കും. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സെക്ഷൻസും പ്രധാനപ്പെട്ട കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ് വൈസിൽ ചോദിക്കാവുന്ന കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഓരോ സെക്ഷൻസ് ആയിട്ട് എങ്ങനെയാ പഠിക്കേണ്ടത് നോക്കി ഓരോ സെക്ഷൻ എന്ത് ചെയ്യും? പഠിക്കും. അതുമായി ബന്ധപ്പെട്ട PYQs ചെയ്യും. അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതേപോലൊരു വീഡിയോയിൽ ഇനി കാണുന്നവരെ നമ്മൾ എന്ത് ചെയ്യാം? ബൈ, ടേക്ക് കെയർ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.